ഹായ്. അപ്പം ഇന്ന് ഞങ്ങൾ നെക്സ്റ്റ് വരെ പോവുക കേട്ടോ. അപ്പം ഇന്ന് ഡോർ അടക്കണ ആൾ കേട്ടോ. അപ്പം നിച്ചുണ്ട്, നിബുണ്ട്, ഞാനും കൂടെ ഞങ്ങൾ നാലാളും കൂടി ആയിട്ടോ നെക്സ്റ്റോക്ക് പോകണം. അപ്പം ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം കേട്ടോ ഞങ്ങളത് അപ്പം വിളിച്ചിട്ട് പറഞ്ഞതിന് ഒന്ന് നെക്സ്റ്റോ പോകുന്നുണ്ട്, നിങ്ങൾ ഞാൻ വരുമ്പോഴത്തേന് മാറ്റി നിന്നോണ്ടി എന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിൽ ചാവടി നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണം, ബാക്കി ഇനി നാളെയും പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പോക്ക് പോകണം. ഇന്ന സാധനങ്ങൾ വാങ്ങാമെന്നൊന്നും ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടൊന്നുമല്ല കേട്ടോ. അവിടെ ചെന്നിട്ട് എന്താണ് കണ്ടത് അങ്ങനെയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ അങ്ങാടിപ്പുറം ഇവിടെ മേൽപ്പാലത്തിൻ്റെ അടുത്ത് എത്തിയേക്കുന്നതിന് ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിങ്ങനെ നിന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് ബ്ലോക്കൊക്കെ തീർന്നു, എന്താ അറിയില്ല, പെട്ടെന്നൊരു ബ്ലോക്കാണ് വന്നു. ഇടയ്ക്ക് അങ്ങനെയൊക്കെ അങ്ങാടിപ്പുറത്ത്. അങ്ങനെ അതാ നമ്മൾ നെക്സ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റോൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു അത്തറ് പൂസി തരും കേട്ടോ. അപ്പോൾ വേണ്ടായിരുന്നു, നിബു നീച്ചു ഇതാക്കണം അത്രയൊക്കെ പൂസിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെറിയ ഇങ്ങനെ ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചെന്നേക്കിനെ അവിടെ ഓറഞ്ച് കണ്ടെങ്കിനെ കാക്ക് ഓറഞ്ച് പറഞ്ഞാൽ പിന്നെ എവിടെ കണ്ടാലും എടുക്കും ഓറഞ്ച് മുന്തിരിയായിട്ട് എപ്പോഴും ഫ്രൂട്ട്സിൽ ഇഷ്ടമുള്ള സാധനം. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ നീച്ചു വെക്കണു അത് വെയിറ്റ് വെക്കാൻ വേണ്ടി തൂക്കം ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെയിറ്റൊക്കെ നോക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം കണ്ടപ്പോൾ ഞാൻ ഏത് ഈത്തപ്പഴം വാങ്ങേണ്ടത് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിന്നില്ല. ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ പാക്കറ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല രസമുള്ളൊരു ഈത്തപ്പഴം കേട്ടോ. അങ്ങനെ നിബും നീച്ചും കൂടെ ഇന്നുണ്ട് വലിച്ച് കൊണ്ടുപോകണം. ഇവിടെ നോക്കി ഞാനൊരു സാധനം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ നോക്കുമ്പോൾ ഇതാക്കണു ഈ അക്കോറിയം കാണിച്ചു തരാനാട്ടോ ഒരു രണ്ടാളും കൂടി കൊണ്ടുപോകണത്. നല്ല രസമുണ്ടേനും. കുറച്ച് നേരം ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ട് നോക്കിയിരുന്നു കേട്ടോ. നല്ല രസമല്ല, ഓരോ ഫിഷുകളും ഉണ്ട് അതിൽ. അപ്പം നിബുവിന് അറിയുന്ന ഫിഷിൻ്റെ പേരൊക്കെ അമ്മച്ചിക്ക് ഈ ഫിഷിൻ്റെ പേരറിയാം, ആ ഫിഷിൻ്റെ പേര് ചോദിച്ചാൽ എന്നോട് ചോദിക്കുക. ആയിട്ട് ഓന് എനിക്ക് പറഞ്ഞു തരുന്നു കേട്ടോ. അമ്മച്ചിക്ക് ഇതൊന്നും വേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കേക്ക്, ഡോണറ്റ് അതിൻ്റെയൊക്കെ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീച്ചിനോട് ചോദിച്ചാൽ പോക്ക് വേണ്ടായിരുന്നു, സ്കൂൾക്ക് സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ വാങ്ങിക്കോന്നൊക്കെ പറഞ്ഞു. എന്താ അറിയില്ല, ഓളത് പറഞ്ഞു എനിക്ക് വേണ്ട ഇറങ്ങണം. ഓൾ അതിൻ്റെ അടുത്ത് നിന്നൊക്കെ പോകണം. പിന്നെ അച്ചാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ചാർ വെറൈറ്റി അച്ചാറുകളുണ്ട്. ഞാനിതാക്കണം ഈ ഒരു എരിവും പുളിയും എന്ന് പറഞ്ഞ അച്ചാറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു ബീട്രൂട്ടിൻ്റെ അച്ചാറാണ് തോന്നുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല, കൊടുന്ന് വെച്ചിട്ടുള്ളൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയ്യും അതുപോലെ തന്നെ ചീസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് കണ്ട് അതൊക്കെ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നെഗറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് സോസേജോ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. സോസേജ് മതി, നെഗറ്റ്സ് വേണ്ട. നെഗറ്റ്സ് കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞാണ്ട് ഒരു സോസേജിൻ്റെ ഒരു പാക്കറ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ മനസ്സിൽ കരുതി പോയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല, എഴുതി പോയതുമില്ല. പോയപ്പോൾ ഒരുപാട് സാധനം ഓർമ്മ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇന്ന സാധനങ്ങൾ വാങ്ങിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നു. നോമ്പല്ലേ വരുന്നത്, അതിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അവിടെ ചെന്നപ്പോൾ കുട്ടികൾ ഓരോ സാധനങ്ങൾ ബിസ്ക്കറ്റ് മറ്റേത് നൂഡിൽസ് കരുതിക്കാണ്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു പ്രാവശ്യം കൂടി പോകേണ്ടി വരും, ഇന്നെങ്കിലും അവൾ നോമ്പുങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ആവുള്ളൂ. മസാലപ്പൊടി കാര്യങ്ങളൊക്കെ ചിക്കൻ മസാല, ബീഫ് മസാല അങ്ങനെയുള്ള സാധനം ഒക്കെ വാങ്ങാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഓർമ്മ ഉണ്ടായിരുന്നു. അവിടെ എത്തിയേക്കിന് അതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇക്കവിടെ ബില്ല് കൂട്ടാൻ നിന്നപ്പോൾ തന്നെ ഞങ്ങൾ മുകളിൽ വരെ ഒന്ന് പോയിട്ട് ഇറങ്ങാണ്ട് ഇക്ക അവിടെ ബില്ല് കൂട്ടാൻ വേണ്ടി നിന്ന് ഞങ്ങൾ മുകൾക്കും പോന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഡ്രസ്സിൻ്റെ നല്ല കളക്ഷനാട്ടോ. ഇച്ചതായി ഈ ഒരു ബമ്മക്കുട്ടി കണ്ടക്കിനെ അതിനടുത്ത് കളിപ്പിച്ച് ഇങ്ങോട്ട് നോക്കി വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിച്ചിരിക്കുക കേട്ടോ. ഒരുപാട് ഡ്രസ്സ്, ചെറിയ ബേബീസിനൊക്കെ പറ്റിയ ഡ്രസ്സുകളാട്ടോ അവിടെ ഉള്ളത്. അതിൻ്റെ ഇടയിൽ നീച്ചു എങ്ങോട്ടോ പോയിട്ടുണ്ട്, അപ്പുറത്തെ കൂടെ കയ്യിലൊക്കെ പോയിട്ടുണ്ടാവും. അതിൽ പോയാലും അവർക്ക് തിരിച്ചു വരാനറിയണോണ്ട് പിന്നെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അത്
അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ താഴത്ത് പോന്നിട്ടുണ്ടായിരുന്നു. നീബു നീച്ചു എൻ്റെ ബാക്കിലായിട്ട് ഓരും വരുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഹിക്ക ഇതിന് പൈസ കൂട്ടുന്നുണ്ടായിന്. അപ്പം അങ്ങനെ ബില്ലടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോരുക കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.